ഓണാഘോഷത്തിന്റെ ഭാഗമായി തൃശൂരിൽ പുലികൾ ഇറങ്ങിത്തുടങ്ങിയിരിക്കുന്നു. അരമണി കെട്ടി കുംഭകുലുക്കി പുറത്തു ചാടുന്ന പുലിവേഷക്കാർ പൂരനഗരിയിലെത്തിയ ആയിരങ്ങളെ ആവേശം കൊള്ളിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദിൽജിത്തേട്ടനുണ്ടോ?
ഭാഗമായി തൃശൂരിൽ പുലികൾ ഇറങ്ങിയിരിക്കുന്നു. ദിൽജിത്ത് ചേരുകയാണ്. ദിൽജിത്ത്, ദൃശ്യങ്ങൾ കാണുന്നത് പോലെ സ്വരാജ് റൗണ്ടിലേക്ക് പുലികൾ എത്തി തുടങ്ങിയിരിക്കുകയാണോ? തീർച്ചയായും സൗമ്യ, ഗ്രീഷ്മ, സ്വരാജ് റൗണ്ടിലേക്ക് പുലികൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു. നടുവിലാലിൽ നാളികേരം ഉടച്ച് പുലികളി മത്സരത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. അയ്യന്തോൾ ദേശമാണ് ആദ്യമായി നടുവിലാൽ പരിസരത്ത് എത്തി നാളികേരം ഉടച്ച് മത്സരത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. തൊട്ടു പിന്നാലെ വിയൂർ, മയിലിപ്പാടം, വടക്കേ അങ്ങാടി എന്നീ ദേശങ്ങൾ കൂടി തൊട്ടു പിന്നാലെ എത്തുന്നുണ്ട്. ത്രിപുട താളം കൊട്ടി പുലിക്കുട്ടിനൊപ്പം താളം ചവിട്ടിയാണ് അവർ റൗണ്ടിൽ പ്രവേശിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം മറ്റ് ടീമുകൾ കൂടി എത്തിച്ചേരും. അയ്യന്തോൾ, വിയൂർ, നായ്ക്കനാൽ, ശ്രീഭദ്ര, കുട്ടൻകുളങ്ങര, മയിലിപ്പാടം, വടക്കേ അങ്ങാടി, വാര്യം ലൈൻ, സാന്റൂർ കൊക്കാല, വിവേകാനന്ദ സമിതി എന്നീ 10 ടീമുകളാണ് ഇക്കുറി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. മത്സരത്തിന്റെ ഏറ്റവും പ്രത്യേകത ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഇക്കുറി വനിതാ പുലികളും പെൺപുലികളും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ വനിതാ പുലികളുടെ നൃത്തച്ചുവടുകൾ കാണാനും ആസ്വദിക്കുവാനുമായി ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. വിയൂർ സംഘത്തിലാണ് 3 പെൺപുലികൾ. ദിൽസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ പോലീസ് അക്കാദമി ASI വിനയ, അധ്യാപികയായ ദീപ, ഫാഷൻ ഡിസൈനർ സക്കീന എന്നിവർ ഉൾപ്പെടുന്ന 3-അംഗ സംഘമാണ് വിയൂർ സംഘത്തിൽ നിന്ന് പെൺപുലികളായി പങ്കെടുത്തുകൊണ്ട് ചരിത്രം തിരുത്തി കുറിക്കുന്നത്. അവർ അവരുടെ പുലികളി സംഘത്തിനൊപ്പം ഘോഷയാത്രയായി ഇപ്പോൾ യാത്ര പുറപ്പെട്ടിരിക്കുന്നു. അവർ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. അവരുടെ നൃത്തച്ചുവടുകളും അവരുടെ പുലികളി സംഘത്തിന്റെ യാത്ര വഴിയിൽ ഉടനീളം കൗതുക കാഴ്ചയാകും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് പുലിവേഷം, പുലിക്കൂട്ട്, അച്ചടക്കം, ടാബ്ലോ എന്നീ ഇനങ്ങളിൽ എല്ലാം തന്നെ ആണ് വിധി നിർണയം നടക്കുന്നത്. റൗണ്ടിന്റെ 3 ഭാഗങ്ങളിലായി വിധി നിർണയത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിധികർത്താക്കളെ നിർത്തിയിട്ടുണ്ട്. നടുവിലാൽ, പാറമേക്കാവ്, MO റോഡ് എന്നീ ഭാഗങ്ങളിലാണ് വിധി നിർണയം നടക്കുക. ഏറ്റവും ശ്രദ്ധേയമായ പ്ലോട്ടുകൾ ഒരുക്കുന്നവർക്കും നിശ്ചിത ദൃശ്യങ്ങൾ ഒരുക്കുന്നവർക്കും ദൃശ്യങ്ങൾ കാണുന്ന പോലെ ശക്തമായ പോലീസ് സുരക്ഷ തന്നെയാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും വലിയ പോലീസ് സന്നാഹത്തെ തന്നെ ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോർപ്പറേഷന്റെ കൂടി സഹകരണത്തിൽ മറ്റ് സംവിധാനങ്ങൾ കൂടി ഏർപ്പെടുത്തിയാണ് ഗതാഗത ക്രമീകരണവും മറ്റ് സുരക്ഷാ സജ്ജീകരണങ്ങളും എല്ലാം തന്നെ. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിന് ഒപ്പം തന്നെ ആളുകൾ ഒരു സമാനമായ രീതിയിൽ തന്നെ ആളുകൾ നഗരത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു ചടങ്ങാണ് പുലികളി എന്ന് പറയുന്നത്. കൊണ്ട് അത് ഒരേ രീതിയിൽ തന്നെ സമാന രീതിയിൽ തന്നെയുള്ള ആവേശകരമായ ചടങ്ങിൽ ജില്ലയ്ക്ക് വരും വിദേശികൾ അടക്കമുള്ള ആളുകൾ എത്തിച്ചേരുന്ന ഒരു ചടങ്ങ്. അത് കൈകാര്യം ചെയ്യുന്നതിനായി കോർപ്പറേഷന്റെയും തൃശ്ശൂർ സിറ്റി പോലീസിന്റെയും സഹകരണത്തിൽ വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വോളണ്ടിയർമാരെയും എല്ലാം തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ 10 ടീമുകൾ ഇക്കുറി കോർപ്പറേഷന്റെ ധനസഹായം 1.25 ലക്ഷമായി ഉയർത്തിയ പുലികളി സംഘങ്ങൾക്കുള്ള ധനസഹായം ഉയർത്തിയ സാഹചര്യത്തിൽ കൂടുതൽ ടീമുകൾ പങ്കെടുക്കാനെത്തി. അതോടൊപ്പം ഓരോ ടീമിലും ഉണ്ടായിരുന്ന പുലികളുടെയും സംഘ അംഗങ്ങളുടെയും എണ്ണം വളരെ വർദ്ധിക്കുന്നു. അതോടൊപ്പം കാഴ്ചക്കാരായി എത്തുന്ന ആളുകളുടെ എണ്ണം ഇവയെല്ലാം തന്നെ വർദ്ധിച്ചു വന്ന സാഹചര്യത്തിൽ ഓരോ ടീമിനും സ്വരാജ് റൗണ്ടിൽ എത്തി നാളികേരമുടച്ച് മത്സരത്തിൽ പങ്കെടുത്ത് മുന്നോട്ട് നീങ്ങുവാനുള്ള സമയക്രമം മുൻകൂട്ടി തന്നെ നിശ്ചയിച്ച് നൽകിയിരുന്നു. ആ ഒരു ക്രമപ്രകാരം ആണ് ഇപ്പോൾ ഓരോ ടീമുകളും പിന്നാലെ റൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നടുവിലാൽ പരിസരത്ത് എത്തി നാളികേരമുടച്ചാണ് ഓരോ ടീമും കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് വിയൂർ ദേശം നടുവിലാൽ പരിസരം വഴി മാത്രമാണ് അകത്തേക്ക് കടന്നത്. അവരുടെ വിധി നിർണയം നടുവിലാൽ പരിസരത്ത് തന്നെ നടക്കുന്നതായിരിക്കും. ആ ഒരു വിധി നിർണയം നടത്തിയ ശേഷമാവും അവർ മുമ്പോട്ട് പോവുക. മറ്റ് റൗണ്ടിന്റെ മറ്റ് ഭാഗങ്ങളിൽ വഴി അകത്തേക്ക് കടന്നവർ 4 വഴികളിലൂടെയാണ് ടീമുകൾ ആദ്യ റൗണ്ടിൽ അകത്തേക്ക് കടക്കുക. അയ്യന്തോൾ ടീമും ടീമിനൊപ്പം തന്നെ വടക്കേ അങ്ങാടി, മയിലിപ്പാടം,
വിയൂർ എന്നീ ടീമുകൾ കൂടി തൊട്ട് പിന്നാലെ എത്തിയിട്ടുണ്ട്. ഈ ടീമുകളുടെ വിധി നിർണയം മറ്റ് 2 ഇടങ്ങളിൽ കൂടി നടത്തുന്നുണ്ട്. ഏതായാലും അല്പസമയം തൊട്ട് പിന്നാലെ തന്നെ മറ്റ് പുലികളി സംഘങ്ങളും അവരുടെ മുഴുവൻ ടീമുകളും എത്ര മണിയോടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഗ്രീഷ്മ, 4 മണിക്ക് ആരംഭിച്ച് 8:30 ഉള്ളിൽ എല്ലാ പുലികളി സംഘങ്ങളെയും റൗണ്ട് വലം വെച്ച് കടന്നുപോയി മത്സരം പൂർത്തിയാക്കാനുള്ള ഒരു ക്രമീകരണമാണ് നടത്തിയിരുന്നത്. എന്നാൽ മുൻ നിശ്ചയിച്ച പ്രകാരം ഇത്തരത്തിൽ 4 പുലികളി സംഘങ്ങളും റൗണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അകത്തേക്ക് കടന്ന ശേഷം വലം വെച്ച് നടുവിലാൽ പരിസരത്ത് എത്താനുള്ള സമയക്രമത്തിൽ വലിയ മാറ്റം വന്നിരുന്നു. 4 മണി എന്നുള്ളത് 5 മണിക്ക് ശേഷമാണ് ഇതൊക്കെ നടുവിലാൽ പരിസരത്ത് ആദ്യ ടീമിൽ എത്താൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മത്സരം 9 മണിക്ക് ശേഷം വരെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. പൂർണ്ണമായും 10 ടീമുകൾ കടന്നു പോകേണ്ടതുണ്ട്. ഓരോ ടീമിലും 40-നും 50-നും ഇടയ്ക്ക് പുലികളും 35-ലധികം വാദ്യ കലാകാരന്മാരും 100-ലധികം കലാകാരന്മാരും മറ്റ് സംഘാടകരും ഉണ്ട്. അതോടൊപ്പം 2-ലധികം ഫ്ലോട്ടുകളും നിശ്ചല ദൃശ്യങ്ങളും പുലിവണ്ടികളും എല്ലാം തന്നെ സാവധാനം കടന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സരം ക്രമീകരണത്തിന് അനുസരിച്ച് നടത്തിച്ച് കൊണ്ടുപോകുമ്പോൾ മണിക്കൂറുകൾ മത്സരം നീളും എന്നാണ് സൂചന. ദിൽജിത്ത്, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെ വ്യത്യസ്തമായ സമയത്തിലാണ് ഓരോ പുലികളും ഇറങ്ങിയിരിക്കുന്നത്. എത്രത്തോളം വർണ്ണാഭമാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? തീർച്ചയായും ഗ്രീഷ്മ, പുലി വേഷങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻകൂട്ടി തന്നെ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ പുലികൾക്ക് മേൽ പൂശാനുള്ള ചായങ്ങൾ റെഡിയാക്കി തുടങ്ങിയിരുന്നു. അവ ഒരുക്കി ഇന്ന് പുലർച്ചയോടുകൂടി പുലികളുടെ ദേഹത്ത് തേച്ച് തുടങ്ങിയിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി ഈ ഒരു ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി. പ്രത്യേകിച്ച് വളരെ വർഷങ്ങളായി ഈ തൊഴിൽ ചെയ്തിരുന്ന ആളുകളെ ഉപയോഗിച്ച് അതും ഓരോ വർഷവും വിവിധ ടീമുകൾ തമ്മിൽ മത്സരം കടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ ഏറ്റവും തന്മയത്വത്തോടുകൂടി പുലിവേഷങ്ങൾ വരയ്ക്കുന്ന ആളുകൾ. അത് വ്യത്യസ്ത വേഷങ്ങളുണ്ട്. വരയൻ പുലികൾ, പുള്ളിപ്പുലികൾ, കരിമ്പുലികൾ, മുഖപ്പുലികൾ എന്നിങ്ങനെ വ്യത്യസ്ത വേഷങ്ങൾ ഓരോ ശരീരപ്രകൃതിക്കും പുലിവേഷം കെട്ടാൻ എത്തുന്ന ആളുകൾക്കും ഓരോ ടീമുകളുടെയും ഓരോ ആളുടെയും ശരീരപ്രകൃതി അനുസരിച്ചുള്ള പുലിവേഷങ്ങൾ വരയ്ക്കുവാൻ കഴിവുള്ള ആളുകൾ, കലാകാരന്മാരെ ഓരോ ടീമുകളും നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വരുന്ന കാഴ്ചയുണ്ട്. അതോടൊപ്പം വർഷങ്ങളായി ഒരു പതിറ്റാണ്ടുകളായി ഓരോ ടീമുകൾക്കൊപ്പം സംഘങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്ന കലാകാരന്മാരുണ്ട്. ഇവരുടെ എല്ലാം തന്നെ മാസങ്ങൾ നീണ്ട അധ്വാനത്തിന്റെ ഒരു ഫലമാണ് പുലി രൂപങ്ങളും അതുപോലെ തന്നെ അരമണികളും മുഖംമൂടികളും അതോടൊപ്പം ഈ ഓരോ ടീമും കൗതുക ഷിപ്പുകളായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പുലിവണ്ടികളും മറ്റുമെല്ലാം ഇവിടെ എല്ലാം തന്നെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന പല. ദിൽജിത്ത്, എത്രത്തോളം ഒരു തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്? മുൻ വർഷങ്ങളേക്കാൾ അധികമാണോ അതോ തിരക്കിൽ കുറവുണ്ടോ? ഗ്രീഷ്മ, ഓരോ വർഷം തോറും പുലികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി. പ്രത്യേകിച്ച് ഇക്കുറിയും തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ഒരു ചടങ്ങ് കൂടിയാണ് പുലികളി. പുലികളിയെ സ്നേഹിക്കുന്നവർ പ്രത്യേകിച്ച് ഓണാഘോഷത്തിന് സമാപനം കുറിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് തൃശ്ശൂർ പുലികളി. അതുകൊണ്ട് തന്നെ മറ്റ് ഇടങ്ങളിൽ ഉത്രാടം മുതൽ ഓണം ആരംഭിക്കുമ്പോൾ തൃശ്ശൂരിൽ തിരുവോണം മുതലാണ് ഓണം തുടങ്ങുക. തൃശ്ശൂരുകാരുടെ 4ാം ഓണ ദിനമാണ് ഇന്ന്. 4ാം ഓണ ദിനത്തിലാണ് ഓണ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് പുലികളി നടക്കുക. കുമ്മാട്ടിയും പുലികളിയും അടക്കമുള്ള ഗ്രാമീണ കലാരൂപങ്ങൾ ഇപ്പോഴും വളരെ സജീവമായി നടക്കുന്ന തൃശ്ശൂരുകാർ അവർ ലോകത്ത് എവിടെയാണെങ്കിലും ഓണ സമയത്ത് നാട്ടിൽ എത്തിച്ചേർന്ന് പുലികളി ആസ്വദിക്കുവാനുള്ള സമയം കണ്ടെത്തും. അതിനുള്ള അവസരങ്ങൾ അവർ തീർച്ചയായും വിനിയോഗിക്കും. അതുകൊണ്ട് തന്നെ അവർ ഈ സമയത്ത് പ്രത്യേകിച്ച് വീടുകളിൽ എത്തിച്ചേർന്ന അല്ലെങ്കിൽ പുലികളി ആസ്വദിക്കുവാനായി എത്തുന്ന ഒരു കാഴ്ചയുണ്ട്. അതിന് യാതൊരു കുറവും ഇക്കുറിയും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ആളുകൾ പ്രത്യേകിച്ച് പുലി വേഷം കെട്ടാനും അതോടൊപ്പം പുലികളെ ആസ്വദിക്കുവാനും ഒക്കെയായി ഇപ്പോഴും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. വലിയ തിരക്ക് തന്നെ സ്വരാജ് റൗണ്ടിൽ
എത്തിയിട്ടുണ്ട് സജ്ജനാണ്. അതോടൊപ്പം തിരക്കുകൾ നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങളും തൃശൂർ സിറ്റി പോലീസിന്റെയും അതുപോലെ തന്നെ കോർപ്പറേഷന്റെയും സഹകരണത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 1-ാം നമ്പർ പ്ലോട്ടായ അയ്യന്തോൾ വിഭാഗത്തിന്റെ പുലികളിയാണ് സംഘത്തിന്റെ പുലികളിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പുലികൾ നടുവിലാലിൽ നാളികേരം ഉടച്ച് സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ച് പുലികളിച്ച് പുലിക്കൂട്ടിനൊപ്പം താളം പിടിച്ച് മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. അയ്യന്തോടിന് പിന്നാലെ വിയൂർ, നായ്പിനാൽ, ശ്രീഭദ്ര, കുട്ടൻകുളങ്ങര, മയിലിപ്പാടം, വടക്കേ അങ്ങാടി, വാരിയം ലെയിൻ, കാണ്ടൂർ, കൊക്കാല, വിവേകാനന്ദ സമിതി എന്നീ ടീമുകളും തൊട്ടു പിന്നാലെ എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പുലർച്ചെ മുതൽ തന്നെ ഒട്ടേറെ ആളുകളുടെ അധ്വാന ഫലമായി അവർ പുലികളുടെ ദേഹത്ത് വരഞ്ഞു വെച്ചിരിക്കുന്ന കോലങ്ങൾ, അവ അതീവ ശ്രദ്ധയോടെ തയ്യാറാക്കിയ കോലങ്ങൾ, അവയ്ക്കൊപ്പം അലങ്കാരങ്ങൾ, അരമണി, മുഖംമൂടികൾ എന്നിവ ഉൾപ്പെടെയുള്ള അലങ്കാരങ്ങളും മറ്റും ഒക്കെയായി ഏറ്റവും ആകർഷകമായ തരത്തിൽ പുലിവേഷത്തിലും പുലിക്കൊട്ടിലും അച്ചടക്കത്തിലും ടാബ്ലോ വിഭാഗത്തിലും എല്ലാം തന്നെ സമ്മാനം കൈവരിക്കാനുള്ള ഓരോ ടീമുകളുടെയും വാശി ഈ വേഷവിധാനങ്ങളിൽ ഒക്കെ പ്രകടമാണ്. പ്രത്യേകിച്ച് സംഘാടകർ ഇക്കുറി കോർപ്പറേഷൻ ധനസഹായം, ടീമുകൾക്കുള്ള കോർപ്പറേഷൻ ധനസഹായം വർദ്ധിപ്പിച്ചിരുന്നത് കൊണ്ട് തന്നെ ടീമുകളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 6 ടീമുകളാണ് പങ്കെടുത്തതെങ്കിൽ ഇക്കുറി 10 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. കുട്ടിപ്പുലികൾ മുതൽ 76 വയസ്സുള്ള സീനിയർ പുലികൾ വരെയുള്ള ആളുകളാണ് പുലികളായി വേഷം കിട്ടുന്നത്. വിദേശികൾ ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരം വീക്ഷിക്കുന്നതിനായി റൗണ്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരും വളരെ കൗതുകത്തോടു കൂടി തന്നെ മത്സരത്തെ അല്ലെങ്കിൽ പരിപാടിയുടെ സംഘാടനത്തെ വീക്ഷിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രത്യേകിച്ച് വണ്ണമുള്ള തടിയുള്ളവർ, കുടവയറുള്ളവർ അവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതും അവർക്ക് വില കൽപ്പിക്കുന്നതുമായ ഒരു ദിനമാണ് ഇന്ന് ഉള്ളത്. പുലികളിക്കാണ് പ്രത്യേകിച്ച് ഏറ്റവും വയർ ഉള്ള ആൾക്ക് 5000 രൂപ മുതൽ മുകളിലേക്ക് പ്രതിഫലമായി ലഭിക്കുന്ന ഒരു കലാരൂപമാണ് കുടവയർ. അതോടൊപ്പം വലിയ ചെലവ് വരുന്ന ഒരു കാര്യമാണ് ഇവരുടെ ദേഹത്ത് പൂശാനുള്ള നിറങ്ങൾ. 1,00,000 രൂപയുടെ മുകളിലുള്ള നിറങ്ങളാണ് ഓരോ ടീമിനും വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ടീമിന്റെ ഒരുക്കത്തിന് മാത്രമായി 5 മുതൽ 8 ലക്ഷം രൂപ വരെ ചെലവ് വരുന്നുണ്ട്. ഇത്തരത്തിൽ ഓരോ ദേശവും വർഷം പ്രതി ഇത്തരത്തിൽ അധികം രൂപ മുടക്കിയാണ് ഇത്തരത്തിൽ പുലികളിക്കുള്ള ഒരുക്കങ്ങൾ സജ്ജരാക്കുന്നത്. ഇപ്പോൾ അയ്യന്തോൾ ദേശത്തിന്റെ പുലികളി സംഘം, അവരുടെ ബോട്ടുകൾ, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയെല്ലാമാണ് പുലിക്കൂട്ടിനൊപ്പം താളം പിടിച്ച് മുന്നോട്ട് നീങ്ങുന്നത്. ഗ്രീഷ്മ, ദിൽജിത്ത്, ചരിത്രത്തിൽ ആദ്യമായാണ് പെൺപുലികൾ ഇറങ്ങുന്നത്. ഇതിനോട് തൃശ്ശൂരിലെ ഒരു പൊതുവികാരം എന്താണ്? കൗതുകമാണോ അതോ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഗ്രീഷ്മ, തീർച്ചയായും ചരിത്രത്തിൽ ആദ്യമായി പെൺപുലികൾ തൃശ്ശൂരിന്റെ നഗരവീഥികളിലൂടെ പുലിക്കൂട്ടിനൊപ്പം താളം പിടിച്ച് മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയ്ക്കും ഇന്ന് നഗരം സാക്ഷ്യം വഹിക്കും. പ്രത്യേകിച്ച് വർഷങ്ങൾ നീണ്ട, പതിറ്റാണ്ടുകൾ നീണ്ട പുലിക്കളിയുടെ ചരിത്രത്തിൽ ഒരു പുരുഷന്മാരുടെ ഒരു കലാരൂപം അല്ലെങ്കിൽ പുരുഷന്മാർ സംഘടിപ്പിക്കുന്ന പുരുഷാരത്തിന്റെ ഒരു ചടങ്ങ് മാത്രമായാണ് പുലികളി വിലയിരുത്തപ്പെട്ടിരുന്നത്. ഈ ഒരു ധാരണ മാറ്റുക, ഈ മേഖലയിൽ കൂടി സ്ത്രീകളുടെ സാന്നിധ്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസ് അക്കാദമിയിലെ വിനയ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വിനയയുടെ നേതൃത്വത്തിലുള്ള വിങ്സ് എന്ന സംഘടന മുമ്പോട്ട് വന്നത്. ഇവർ പുലികളി നടത്തുന്ന ടീമുകളുടെ സംഘാടകരുമായി ബന്ധപ്പെട്ട്, ഓരോ ദേശത്തിന്റെയും സംഘാടകരുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് പുലികളിയിൽ പങ്കാളികളാകാൻ ഉള്ള താല്പര്യം അറിയിച്ചു. എന്നാൽ വിയൂർ ദേശം ആണ്
ഇവർക്ക് പങ്കെടുക്കാനും ഉള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകിയത്. അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിൽ മത്സരത്തിന് തയ്യാറായി മുമ്പോട്ട് വരികയും അവരെ പങ്കെടുപ്പിക്കാൻ സംഘം തീരുമാനിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു എങ്കിലും ഇപ്പോൾ സ്ത്രീകൾ പുലികളായി വേഷം കെട്ടി നൃത്തച്ചുവടുകൾ ചവിട്ടി എത്തുന്നു എന്ന് അറിഞ്ഞതോടെ ഇവരുടെ താളക്കൊഴുപ്പിനൊപ്പമുള്ള നൃത്തച്ചുവടുകൾ കാണുവാനും ആസ്വദിക്കുവാനും ഈ കൗതുക കാഴ്ചകൾ കാണുവാനും വേണ്ടി നിരവധി ആളുകൾ ഒപ്പം മറ്റ് ദേശക്കാരും തൃശ്ശൂരിന്റെ ജനങ്ങളും കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവരുടെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ സംഘവും അവരുടെ സ്വന്തം ദേശത്ത് നിന്ന് അകമ്പൊടിയോടുകൂടി ഘോഷയാത്രയോടുകൂടി പുലിക്കൂട്ടിനൊപ്പം താളം ചവിട്ടിയാണ് റൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത്. ഇത്തരത്തിൽ ഇക്കുറി ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഏറ്റവും ആളുകൾ തടിച്ചുകൂടിയ ഒരു കാഴ്ച എന്ന് പറയുന്നത്, വിയൂർ ദേശത്ത് നിന്ന് ഈ പെൺപുലികൾ ദേഹമാകെ വരയൻ കുറികൾ രേഖപ്പെടുത്തി അല്ലെങ്കിൽ അവർ വേഷവിധാനങ്ങൾ അണിഞ്ഞ് പുലിക്കൂട്ടിനൊപ്പം താളം ചവിട്ടി മുമ്പോട്ട് നീങ്ങുന്ന ഒരു കാഴ്ച. ആ കാഴ്ച കാണുന്നതിനായി വലിയ ഒരു ജനക്കൂട്ടം തന്നെ, ജനസഞ്ചയം തന്നെ വിയൂർ ദേശത്തിന്റെ പുലിമുട്ടയ്ക്ക് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. അത്തരത്തിൽ വലിയ മാധ്യമ ശ്രദ്ധയും അവ ആകർഷിച്ചിരുന്നു. ആ ഒരു ചടങ്ങിന് ശേഷമാണ് ഇപ്പോൾ ഘോഷയാത്രയായി ഓരോ ടീമും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും റൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നാളികേരമുടച്ച് നടുവിലാലിൽ നാളികേരമുടച്ച് മത്സരത്തിൽ പങ്കെടുത്ത ഓരോ വിധി നിർണയ പോയിന്റും കടന്ന് മുന്നോട്ട്. ദിൽജിത്ത്, എത്രത്തോളം ആവേശത്തിലാണ് തൃശൂർ? ഗ്രീഷ്മ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ആവേശത്തിൽ, പ്രത്യേകിച്ച് തൃശ്ശൂരുകാരുടെ ഒരു വികാരം. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും ആളുകൾ എത്തിച്ചേരുന്ന, ഏറ്റവും കാഴ്ചക്കാരുള്ള, ഏറ്റവും ആസ്വാദകരുള്ള ഒരു ചടങ്ങ് കൂടിയാണ് പുലികളി എന്ന് പറയുന്നത്. പുലികളി ആസ്വദിക്കുവാനും കൗതുക കാഴ്ചകൾ കാണുവാനും പ്രോത്സാഹനം നൽകുവാനുമായി നിരവധി ആളുകൾ ഇവിടെ കഴിച്ചുകൂടിയിരിക്കുന്നു. സ്വരാജ് റൗണ്ടിന്റെ 4 ഭാഗത്തും വലിയ ജനക്കൂട്ടം തന്നെ എത്തിച്ചേരുന്നു. പ്രത്യേകിച്ച് എല്ലാ പുലികളി സംഘങ്ങളും എത്തിച്ചേരുന്ന നടുവിലാൽ പരിസരത്ത് വലിയ ഒരു ജനക്കൂട്ടം തന്നെ കാണാൻ സാധിക്കും. ഈ ജനസഞ്ചയത്തിന് നടുവിലൂടെയാണ് വ്യത്യസ്ത കലാരൂപങ്ങളുടെ അകമ്പടിയോടുകൂടി ഓരോ സംഘത്തിന്റെയും പുലികളി കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ദിൽജിത്ത്, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കൂടുതൽ ദേശങ്ങളിൽ നിന്നുള്ള പുലികളി സംഘങ്ങൾ എത്തി തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായും വിയൂർ ദേശത്തിന് തൊട്ട് പിന്നാലെയായി, അയ്യന്തോൾ ദേശത്തിന് തൊട്ട് പിന്നാലെയായി വടക്കേ അങ്ങാടി ദേശത്തിന്റെ പുലികളിയും തൊട്ട് പിന്നാലെ എത്തുന്നുണ്ട്. റൗണ്ടിന് 4 ഭാഗത്തു നിന്നായി ആണ് അയ്യന്തോളിനൊപ്പം വടക്കേ അങ്ങാടിയും അതുപോലെ തന്നെ മയിലിപ്പാടം, വിയൂർ എന്നീ സംഘങ്ങൾ രംഗപ്രവേശം ചെയ്തത്. എന്നാൽ ഇവ റൗണ്ട് ചുറ്റി നടുവിലാൽ പരിസരത്ത് ആദ്യം എത്തുന്ന ക്രമം, ആ ക്രമത്തിൽ അയ്യന്തോൾ ദേശമാണ് ആദ്യം എത്തിയിരുന്നത്. നടുവിലാലിൽ എത്തി നാളികേരമുടച്ച് മത്സരത്തിൽ പങ്കെടുത്ത് വിധി നിർണയ പോയിന്റുകൾ കടന്ന് മുന്നോട്ട് നീങ്ങിയ അയ്യന്തോൾ ദേശത്തിന് തൊട്ട് പിന്നാലെയായി എത്തുക ഒരുപക്ഷെ വിയൂർ ദേശം ആയിരിക്കണം. സമീപത്തെ ജംഗ്ഷനിൽ നിന്ന് എത്തിയിരിക്കുന്ന വിയൂർ ദേശം അയ്യന്തോൾ ദേശത്തിന് തൊട്ട് പിന്നാലെയായി കടന്നു വരും. ഇത്തരത്തിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 200-ന് മുകളിൽ ആളുകളുടെ പങ്കാളിത്തം ഓരോ ടീമിലുമുണ്ട്. അതോടൊപ്പം നിശ്ചല ദൃശ്യങ്ങൾ, ഫ്ലോട്ടുകൾ, മറ്റ് കലാരൂപങ്ങൾ എന്നിവയെല്ലാം തന്നെ കടന്നു പോകാനുള്ള ഒരു സമയം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ അയ്യന്തോൾ ദേശത്തിന്റെ സംഘത്തിൽ ഉൾപ്പെട്ട ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ അടുത്ത 10 ടീമുകൾ, 10 സംഘങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് 50-നും 40-നും ഇടയ്ക്കുള്ള പുലികളും 35-അധികം വാദ്യ കലാകാരന്മാരും മറ്റ് കലാകാരന്മാരും ഉൾപ്പെടെ 200-ലധികം പേരാണ് ഒരു സംഘത്തിൽ ഉൾപ്പെടുക. അതുകൊണ്ട് തന്നെ ഇത്ര വലിയ ഒരു സംഘം അവരുടെ പുലിവണ്ടികൾ, അവരുടെ നിശ്ചല ദൃശ്യങ്ങൾ, അവരുടെ പ്ലോട്ടുകൾ, കലാരൂപങ്ങൾ എല്ലാം ഉൾപ്പെടെ കടന്നു പോകുവാൻ വലിയ സമയം തന്നെ ആവശ്യമുണ്ട്. ആ സമയത്തിന് അനുസൃതമായിട്ടാണ്
നിയമസഭയും കോർപ്പറേഷനും അതുപോലെ തന്നെ പോലീസും ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേക വോളണ്ടിയർമാരെയും ഘോഷയാത്ര കടന്നു പോകുന്ന സ്ഥലത്തെ തിരക്ക് നിയന്ത്രിക്കാനും ഗതാഗതം ക്രമീകരിക്കുവാനുമായി നിയന്ത്രിച്ചിട്ടുള്ളത്. സ്വരാജ് റൗണ്ടിലേക്കുള്ള പൂർണ്ണമായുള്ള എല്ലാ റോഡുകളിലെയും ഗതാഗതം ഈ ഘോഷയാത്രകൾ കടന്നു പോകുന്നതുവരെ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അയ്യന്തോൾ ദേശത്തിന്റെ പ്ലോട്ടുകൾ മുമ്പോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാനാവുന്നത്. അവയ്ക്കൊപ്പം വിവിധ കലാരൂപങ്ങളും മുന്നോട്ട് വരുന്നു. പ്രത്യേകിച്ച് ഓരോ ടീമിലെ ഓരോ വിഭാഗത്തിനും പുലി വേഷത്തിനാണെങ്കിലും പുലിക്കൊട്ടിലാണെങ്കിലും നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയെല്ലാം തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് വ്യത്യസ്ത വിധികർത്താക്കൾ വിധി നിർണയം നടത്തും. ഇവ എല്ലാം 10 ടീമിന്റെയും വിധി നിർണയങ്ങൾ ഒരുമിച്ച് കൂട്ടിയാണ് മികച്ച പുലിവേഷത്തിനും പുലിക്കൊട്ടിനും അച്ചടക്കമുള്ള ടീമിനും നിശ്ചല ദൃശ്യങ്ങൾക്കുള്ള പുരസ്കാരം എന്നിവയെല്ലാം തന്നെ നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആ മേഖലകളിൽ ഏറ്റവും പ്രാഗൽഭ്യവും എന്ത് മാനദണ്ഡത്തിലാണ് വിജയികളെ തീരുമാനിക്കുക? അവരുടെ ആകാരം കൊണ്ടാണോ അതോ പെർഫോമൻസ് കൊണ്ടാണോ? എന്താണ് അതിനുള്ള ഒരു മാനദണ്ഡം? ഗിരീഷ്മ, ഏറ്റവും ശ്രദ്ധേയമായത് പുലിവേഷത്തിന് കെട്ടാൻ ഏറ്റവും അനുയോഗ്യരായ ആളുകൾ ആ ഒരു ശരീര ഭംഗിയും ആ ഒരു ആകാര ഭംഗിയും അതോടൊപ്പം തന്നെ ഏറ്റവും നമുക്കറിയാം ഏറ്റവും കുടവയറും മറ്റും ഉള്ള ആളുകളാണ് പുലിവേഷം കെട്ടാനായി ഏറ്റവും കൂടുതലായി എത്തുന്നത്. ഇവർക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയും അവർക്ക് അംഗീകാരവും കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ് പുലികളുടെ ദിവസങ്ങൾ. പ്രത്യേകിച്ച് ഓരോ വേഷത്തിനോ പലതരത്തിലുള്ള പുലി രൂപങ്ങളുണ്ട്. വയൻ പുലി, പുള്ളിപ്പുലി, കരിപ്പുലി, മുഖപ്പുലി, ഇങ്ങനെ വിവിധ തരത്തിലുള്ള പുലി രൂപങ്ങളുണ്ട്. ആ രൂപത്തിന് അനുസൃതമായ ആളുകളെ അണിനിരത്തുന്നതിൽ അത്തരത്തിൽ ആകർഷണീയമായ രീതിയിൽ ഒരുക്കുന്നതിൽ ഇവയിലെല്ലാം തന്നെ അതോടൊപ്പം തന്നെ ഇവരുടെ പുലിക്കൊട്ട് പ്രത്യേക രീതിയിലും ചടുല താളത്തിലും ത്രിപുട താളത്തിലാണ് പുലിക്കൊട്ട് ക്രമീകരിക്കുന്നത്. ഏറ്റവും ഭംഗിയായി ത്രിപുട താളം കൊട്ടുന്ന ടീം, അതോടൊപ്പം താളത്തിനൊത്ത് ഏറ്റവും നന്നായി പുലി നൃത്തച്ചുവടുകൾ വയ്ക്കുന്ന ടീം, പുലി വേഷത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ടീം, അതോടൊപ്പം മറ്റ് കലാരൂപങ്ങളും വാദ്യഘോഷങ്ങളും എല്ലാം. ഓരോ ദേശക്കാരുടെയും കൂടെ എത്രത്തോളം പുലികളാണുള്ളത്? എത്ര എണ്ണമാണുള്ളത്? ആകെ മുഴുവനായി 500-ലധികം പുലികൾ 10 ദേശങ്ങളിൽ നിന്നായി എത്തുമെന്നാണ് അറിയുന്നത്. പ്രത്യേകിച്ച് ഓരോ ടീമിലും 40-നും 50-നും ഇടയ്ക്ക് പുലികൾ ഉണ്ട്. ചില ദേശങ്ങളിൽ 50-ന് മുകളിൽ പുലികൾ എത്തുന്നുണ്ട്. എന്നാൽ ആകെ 500-500-നടുത്ത് 500-ന് മുകളിൽ പുലികൾ എത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ എല്ലാം തന്നെ വളരെ പണം മുടക്കിയാണ് അവരുടെ പുലികളെ തിരഞ്ഞെടുക്കുന്നതും പുലികളി സംഘടനകൾക്കായി ഒരുക്കങ്ങൾ നടത്തിയതും. പ്രത്യേകിച്ച് ഒരു പുലിക്ക് മിനിമം പ്രതിഫലമായി നൽകേണ്ടത്, ഒരു കുടവയറിന് പ്രതിഫലമായി നൽകേണ്ടത് 5000 രൂപ മുതൽ 10,000 രൂപ വരെയാണ്. ഈ ഒരു ഇനത്തിൽ തന്നെ വലിയ ഒരു തുക സംഘങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വരുന്നു. പ്രത്യേകിച്ച് അവരുടെ അവരുടെ ദേഹത്ത് പൂശാനുള്ള ചായങ്ങൾ ഇവ പ്രത്യേകമായി തയ്യാറാക്കി നേരത്തെ തന്നെ എത്തിക്കുന്നുണ്ട്. മാസങ്ങൾ നീണ്ട ഒരു നിരവധി ആളുകളുടെ പരിശ്രമ ഫലമായാണ് ഇത്തരത്തിൽ പുലികളെ ഒരുക്കി എത്തിക്കുക എന്നുള്ളത്. ഓരോ ടീമും ശരാശരി 5 മുതൽ 8 വരെ ലക്ഷം രൂപ മുടക്കിയാണ് പുലികളെ രംഗത്തിറക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലേതിനേക്കാൾ ഇക്കുറി കോർപ്പറേഷന്റെ ധനസഹായവും മറ്റ് വ്യക്തികളുടെ ധനസഹായവും ലഭിച്ചതുകൊണ്ട് തന്നെ 10 ടീമുകൾ രംഗത്ത് ഇറങ്ങാനുള്ള ഒരു സാധ്യതയും ഇക്കുറി ഉണ്ടായി. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പെൺപുലികളുടെ കാര്യമാണ്. ഇവ ചരിത്രം കഴിഞ്ഞ വർഷം വരെയുള്ള അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി തുടർന്നു വന്ന പുലികളിയുടെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് പെൺപുലികളും മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്നൊരു പ്രത്യേകതയും ഇക്കുറിയുണ്ട്. വിങ്സ് എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ പോലീസ് അക്കാദമിയിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വിനയുടെ നേതൃത്വത്തിലാണ് 3 വനിതകൾ 3 പെൺപുലികൾ ഇക്കുറി വിയു ദേശത്തിന്റെ പങ്കാളികളായി അവരുടെ ഒപ്പം പുലിക്കൂട്ടിനൊപ്പം താളം വെച്ച് പങ്കെടുക്കുന്നത്. മറ്റൊരു പ്രത്യേകത, ഈ പെൺപുലികൾക്ക് താളം ഇടുന്നത് വനിതാ വാദ്യഘോഷ സംഘങ്ങൾ തന്നെയാണ്. അവർക്കൊപ്പം ചെണ്ട കൊട്ടുന്നത്, പുലിക്കൂട്ട് കൊട്ടുന്നത് പ്രത്യേകം തയ്യാറാക്കിയ സംഘമാണ്. ഇവർ മാസങ്ങൾ നീണ്ട പരിശ്രമത്തിന് ഒടുവിലാണ് ഇന്ന് ഇത്തരത്തിൽ
ഒരുങ്ങി വിയൂർ സംഘത്തിനൊപ്പം ഘോഷയാത്രയിൽ പങ്കെടുത്ത് നഗരവീതിയിലൂടെ കടന്നു പോകുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഈ സ്ത്രീകൾ ആദ്യമായി പുലിവേഷം കെട്ടി രംഗത്തെത്തുമ്പോൾ അവരുടെ നൃത്തച്ചുവടുകൾ ആസ്വദിക്കുവാനും അവരുടെ ദേഹത്തെ മറ്റ് പുലിവേഷത്തിന്റെ പ്രത്യേകതകൾ കാണുവാനും എല്ലാം തന്നെ ധാരാളം ആളുകളും എത്തിച്ചേർന്നിരിക്കുന്നു. പ്രത്യേകിച്ച് മറ്റ് സംഘങ്ങൾ, മറ്റ് 9 പുലികളി സംഘങ്ങൾക്കും ഇത്തരത്തിൽ സ്ത്രീകൾ മുമ്പോട്ട് വന്ന ഒരു കാര്യത്തെ അവർ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അടുത്ത വർഷം മുതൽ എന്തായാലും കൂടുതൽ പെൺപുലികൾ മറ്റ് സംഘങ്ങളിൽ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷകരമായ ഒരു പദ്ധതിയാണ് ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് ആസ്വാദകരിൽ നിന്നടക്കം ഇത്തരത്തിൽ ഒരു സമത്വം സന്ദേശം നൽകുന്ന ഇത്തരത്തിലുള്ള പെൺപുലികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിയൂർ സംഘത്തിന്റെ ഒരു ഉദ്യമത്തെ സ്വാഗതം ചെയ്യുന്ന തരത്തിലുള്ള പ്രതികരണമാണ് കാഴ്ച പുലികളെ ആസ്വദിക്കാനെത്തിയ ആളുകളിൽ നിന്ന് പോലും ഉണ്ടാകുന്നത്. ത്രിപുട താളം കൊട്ടി ഇപ്പോൾ ഓരോ ടീമും മുമ്പോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് കാണാനാവുന്നത്. പുലികളിക്ക് വലിയ ഒരു ചരിത്രം തന്നെയുണ്ട്. ആദ്യകാലങ്ങളിൽ വീട്ടുമുറ്റങ്ങളിൽ